ഹായ് മക്കളെ, 3ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 5ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഹോണസ്റ്റി പേസ് എന്ന് പറയുന്ന യൂണിറ്റാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളതെന്നും ഇതിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലെ യൂണിറ്റിലെ പാഠഭാഗം എക്സ്പ്ലെയിൻ ചെയ്യാം. അതിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ നോക്കാം. ഹോണസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യസന്ധത അല്ലേ, ഹോണസ്റ്റ് ആയിരിക്കുക നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അത് പേസാണ്. അത് എപ്പോഴും നമുക്ക് വില കൊടുത്താൽ കിട്ടുന്ന ഒന്നല്ല ഹോണസ്റ്റ് എന്ന് പറയുന്നത്. അതൊരു മനുഷ്യനുണ്ടായിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടികളിലും വലിയ ആളുകളിലും ഒക്കെ ഉണ്ടായിരിക്കേണ്ട ഒരു വാല്യൂ ആണ് അല്ലേ. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതിന് താഴെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ഹോണസ്റ്റി ഈസ് ദ ഫസ്റ്റ് ചാപ്റ്റർ ഇൻ ദ ബുക്ക് ഓഫ് വിസ്ഡം. വിസ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവ്, നോളജ്. അപ്പോൾ നമ്മുടെ അറിവുകൾ, അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം നമ്മൾ വലിയ ആളായിക്കോട്ടെ, എന്തൊക്കെ ആയിക്കോട്ടെ, പക്ഷേ ഹോണസ്റ്റ് എന്ന് പറയുന്നത് ആയിരിക്കണം അതിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. തോമസ് ജെഫേഴ്സൺ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് ഇത്. ഇനി ഇവിടെ ഒരു പിക്ചർ നോക്കൂ. ഒരു പിക്ചറിൽ ഒരാൾ കൃഷി നടത്തുകയാണ് അല്ലേ. ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കാണുന്നുണ്ട്. അയാൾ അതിനിങ്ങനെ ഒരു പ്ലാന്റിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? ഈ പിക്ചറിൽ നിങ്ങൾക്ക് എന്താ കാണാൻ കഴിയുന്നത്? ദർ ഈസ് എ ലോട്ട് ഓഫ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇറ്റ്സ് ലുക്സ് ലൈക്ക് എ ഫീൽഡ്. ഇത് ശരിക്കും ഒരു ഫീൽഡ്, ഒരു കൃഷിയിടം പോലെയുണ്ട് അല്ലേ. ഫാർമർ ഈസ് വാട്ടറിങ് ദ പ്ലാന്റ്സ്. അപ്പോൾ ഫാർമർ എന്താ ചെയ്യുന്നത്? കൃഷിക്കാരൻ ആ ഒരു പ്ലാന്റ്സിനൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലെ ഒന്നാമത്തെ പാഠഭാഗം ദ ഫാർമർ എന്നുള്ള ഒരു പാഠഭാഗമാണ്. നമുക്ക് എന്തായാലും അത് വായിച്ചു നോക്കാം. ഒരു ഫാർമർ ഇങ്ങനെ ഓടുന്ന ഒരു പിക്ചറാണ് കാണുന്നത് അല്ലേ. എ ഫാർമർ lived in a village which was near the palace. ഒരു പാലസ് പറഞ്ഞാൽ കൊട്ടാരം. ഒരു കൊട്ടാരത്തിൻ്റെ അടുത്ത് ഒരു വില്ലേജിലായിട്ട് ഒരു ഫാർമർ, ഒരു കൃഷിക്കാരൻ താമസിച്ചിരുന്നു. ഹി വാസ് ഹാർഡ് വർക്കിംഗ് ആൻഡ് ഹോണസ്റ്റ്. അദ്ദേഹം എന്താണ്? നന്നായിട്ട് പണിയെടുക്കുന്ന, ഹാർഡ് വർക്കാണ്, അതുപോലെ തന്നെ ഹോണസ്റ്റുമാണ്. ഹോണസ്റ്റ് എന്നാൽ സത്യസന്ധനുമാണ്. ബട്ട് ഹി കുഡിൻറ്റ് ഏൺ മച്ച്. പക്ഷെ അദ്ദേഹത്തിന് എന്താണ്? ഒരുപാട് സമ്പാദിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഐ മസ്റ്റ് സേവ് സംതിങ് ഫോർ ദ ഫ്യൂച്ചർ ഹി തോട്ട്. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ചു വെക്കണം എന്നുള്ളത്. ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക് ഹി ഏൺ ഇനഫ് ടു ബൈ എ ഗോൾഡ് കോയിൻ. അങ്ങനെ ഒരുപാട് വർഷത്തെ ഹാർഡ് വർക്കിന് ശേഷം അദ്ദേഹത്തിന് എന്ത് പറ്റി? ഒരു ഗോൾഡ് കോയിൻ വാങ്ങാനുള്ള പൈസ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്തിച്ചേർന്നു. ദിസ് ഈസ് മൈൻ, ദ റിസൾട്ട് ഓഫ് മൈ ഹാർഡ് വർക്ക്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇത് എൻ്റെയാണ്, ഇതെൻ്റെ റിസൾട്ട്, എൻ്റെ ഹാർഡ് വർക്കിൻ്റെ ഒരു റിസൾട്ടാണ്. ഹി ലുക്ക്ഡ് അറ്റ് ദ കോയിൻ. ആ കോയിൻ വാങ്ങിച്ച കോയിനിലേക്ക് നോക്കിയിട്ട് അദ്ദേഹം പറയാണ്, ഇറ്റ് വാസ് ഷൈനിങ് ഇൻ ഹിസ് പാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈവളയിൽ കിടന്നിട്ട് അതിങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വേർ ഷുഡ് ഐ കീപ് ദിസ് കോയിൻ? ഞാൻ ഈ കോയിൻ ഇപ്പോൾ എവിടെയാണ് വെക്കുക? ഇറ്റ് ഈസ് നോട്ട് സേഫ് അറ്റ് ഹോം. എൻ്റെ വീട്ടിൽ ഇത് സേഫ് അല്ല. ഐ വിൽ കീപ് ഇറ്റ് സംവെയർ എൽസ്. എനിക്കിത് വേറെ എവിടെയെങ്കിലും ഒന്ന് കീപ്പ് ചെയ്യണം, ഒന്ന് സൂക്ഷിച്ചു വെക്കണം. കാരണം നമ്മളുടെ എന്തെങ്കിലും സമ്പാദ്യം ഉണ്ടെങ്കിൽ നമ്മളൊക്കെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നമ്മൾ ആവശ്യം വരുമ്പോൾ വീണ്ടും അത് തന്നെ എടുക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവുക, വീട്ടിൽ വെക്കുന്നത് സേഫ് അല്ല, അതുകൊണ്ട് പുറത്ത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവെക്കാം എന്നുള്ളത്. സോ വേർ വിൽ ബി ദ ഫാർമർ ഹൈഡ് ദ ഗോൾഡ് കോയിൻ? എവിടെയായിരിക്കും ഫാർമർ ആ ഗോൾഡ് കോയിൻ കൊണ്ടുവെക്കുന്നത്? എവിടെയാണെന്ന് നമുക്കറിയില്ല. ബട്ട് ഹി വിൽ ഹൈഡ് ദ കോയിൻ ഇൻ എ സേഫ് പ്ലേസ്. അദ്ദേഹം അതൊരു സേഫ് ആയിട്ടുള്ള പ്ലേസിലേ വെക്കുള്ളൂ അല്ലേ. കാരണം അദ്ദേഹത്തിൻ്റെ അത്രയും വർഷത്തെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ്. അതുകൊണ്ട് അത്രയും സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്തായിരിക്കും അദ്ദേഹം അത് കൊണ്ടുപോയി വെക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം എവിടെയാണ് വെക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ. എ സേഫ് പ്ലേസ്. അങ്ങനെ ആ സേഫ് പ്ലേസിലേക്കാണ് അദ്ദേഹം എത്തുന്നത്. ദ ഫാർമർ വെൻ നിയർ ദ പാലസ്. ഫാർമർ എന്ത് ചെയ്തു? ആ പാലസിൻ്റെ അടുത്തേക്ക് പോയി. ദർ വാസ് എ ഹ്യൂജ് വാൾ അറൗണ്ട് ഇറ്റ്. അതിന് ചുറ്റും ഒരു വാൾ ഉണ്ടായിരുന്നു. വാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മതിൽ. ഹ്യൂജ് വാൾ, വലിയ മതിലുണ്ടായിരുന്നു. ഹി ഫൗണ്ട് എ ലൂസ് ബ്രിക്ക് ഇൻ ദ വാൾ. അപ്പോൾ അവിടെ ലൂസായിട്ടുള്ള ഒരു ബ്രിക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടിക അങ്ങനെ ലൂസായിട്ട് ഇരിക്കുന്നത് അദ്ദേഹം കണ്ടു. ദിസ് ഈസ് എ സേഫ് പ്ലേസ് ടു ഹൈഡ് മൈ കോയിൻ ഹി സെഡ് ഹിംസെൽഫ്. അപ്പോൾ അദ്ദേഹത്തോട് തന്നെ പറയാണ്, ഈ ലൂസായി കിടക്കുന്ന ഇഷ്ടിക ഇല്ലേ, അതിൻ്റെ ഇടയിലേക്ക് വെക്കാം, ഇതൊരു സേഫ് പ്ലേസ് ആണ് എൻ്റെ കോയിന് വെക്കാനുള്ളത് എന്നുള്ളത്. ദ ഫാർമർ പുട്ട് ഹിസ് ഹാൻഡ് ഇൻ ഹിസ് പോക്കറ്റ് ആൻഡ് ഫെൽറ്റ് ദ കോയിൻ. അങ്ങനെ അദ്ദേഹം പോക്കറ്റിൽ കൈയിട്ടിട്ട് ആ ഒരു കോയിൻ എടുക്കുകയാണ്. ഹി ടിപ്റ്റോഡ് ടുവേർഡ് ദ വാൾ ആൻഡ് ടുക്ക് ദ ബ്രിക്ക് ഔട്ട്. അപ്പോൾ എന്ത് ചെയ്തു? വിരൽ തുമ്പ് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ആ ബ്രിക്ക് അവിടെ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. കെയർഫുള്ളി, വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ്. ഹി കെപ്റ്റ് ദ ഗോൾഡ് കോയിൻ ഇൻ ദ ഗ്യാപ്പ് ആൻഡ് പ്ലേസ് ദ ബ്രിക്ക്. അങ്ങനെ ആ ഗോൾഡ് കോയിൻ ആ ഗ്യാപ്പിൽ വെച്ചിട്ട് വീണ്ടും ബ്രിക്ക് അവിടെ തന്നെ വെച്ച് സേഫ് ആക്കി വെച്ചു. ദെൻ ബ്രിക്ക് ബാക്ക്.
ബി സേഫ് ഹിയർ മൈ ഡിയർ കോയിൻ, യു ആർ മൈ ലൈഫ്. അപ്പോൾ പറയാണ്, നീ ഇപ്പോൾ സേഫ് ആയിട്ടുണ്ട്, നീയാണ് എൻ്റെ ഗോൾഡ്, എൻ്റെ കോയിന്, എൻ്റെ ലൈഫ്, എൻ്റെ ജീവിതം എന്ന് പറയുന്നത് നീയാണ്. കാരണം അദ്ദേഹം അത്രയും വർഷം കഷ്ടപ്പെട്ടതല്ലേ. ഈ വിസ്പേർഡ്, അദ്ദേഹം ഇങ്ങനെ മന്ത്രിച്ച് പറയാണ്. വിസ്പേർഡ് എന്ന് പറഞ്ഞാൽ പതുക്കെ നമ്മൾ പറയുന്നതിനെയാണ് പറയുന്നത്. ഹി വോക്ക്ഡ് ഹോം ഹാപ്പിലി, അങ്ങനെ വീട്ടിലേക്ക് അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടിയിട്ട് മടങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ദെൻ ഇവിടെ 2-3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വൈ ഡിഡ് ദ ഫാമർ ഡിസൈഡ് ടു കീപ് ദ കോയിൻ ഇൻ ദ വോൾ, എന്തുകൊണ്ടാണ് ആ വോളിൽ ആ ഒരു കോയിന് വെക്കാൻ അദ്ദേഹം തീരുമാനിച്ചത്? ബിക്കോസ് നോബഡി വിൽ സീ ദ കോയിൻ, കാരണം എന്താണ്, ബ്രിക്കിൻ്റെ ഉള്ളിലാണല്ലോ, അപ്പോൾ ആരും അത് കാണില്ല, അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ വിചാരിച്ചത്. വിൽ ദ കോയിൻ ബി സേഫ് ദർ, ആ കോയിൻ അവിടെ സേഫ് ആയിരിക്കുമോ? സേഫ് ആയിരിക്കും അല്ലേ, കാരണം ആരുടെയും കണ്ണിൽ പെടില്ല, അതുകൊണ്ട് അത് സേഫ് ആയിരിക്കും. വൈ ഡു യു തിങ്ക് സോ, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ബിക്കോസ് ഇറ്റ് ഇസ് എ വാൾ ഓഫ് ദ പാലസ്, നോബഡി ഹാവ് ദ കറേജ് ടു ടേക്ക് ദ കോയിൻ ഫ്രം ദ ബ്രിക്ക്, കാരണം അത് പാലസിൻ്റെ ഒരു വാളാണ്, അപ്പോൾ ആർക്കും അവിടെ നിന്നൊരു കോയിൻ എടുക്കാനുള്ള ധൈര്യമൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അദ്ദേഹം വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ദ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തീരുമാനമാണ്. ഡിസിഷൻ എന്ന് പറഞ്ഞാൽ തീരുമാനമെടുക്കുക. മന്ത്സ് പാസ്ഡ്, അങ്ങനെ എന്താണ്, മാസങ്ങൾ കടന്നുപോയി. ഡും ഡും ഡും, എന്താണ് ഡും ഡും എന്ന് പറയുന്നത്? ഒരു എന്തോ അറിയിപ്പ് നൽകുന്നതിൻ്റെ സൗണ്ടാണ്, ചെണ്ട കൊട്ടിയിട്ട് അറിയിക്കുന്നതാണ്. ദ ഫാമർ ആൻഡ് ഹിസ് വൈഫ് ഹിയർ ദ സൗണ്ട് ഓഫ് ഡ്രംസ്, ഡ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെണ്ട. അപ്പോൾ ചെണ്ടയുടെ സൗണ്ട് ഫാർമറും ഫാമറിൻ്റെ ഭാര്യയും കേൾക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് അനൗൺസ്ഡ് എക്കോഡ് ഇൻ ദ എയർ, അപ്പോൾ ആ ഒരു അനൗൺസ്മെൻറ്റ് ആ ഒരു എയറിൽ ഇങ്ങനെ എക്കോ ആയിട്ട് ഇങ്ങനെ പ്രതിധ്വനിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വിളംബരം. ഇറ്റ്സ് എ കാർണിവൽ, ഐ വിഷ് ഐ കുഡ് സീ ഇറ്റ്, ഹിസ് വൈഫ് സെഡ്. അപ്പോൾ വൈഫ് പറയണം, ഇത് കാർണിവൽ ടൈമാണ്, എനിക്ക് എന്തായാലും കാണാൻ പോകണം എന്ന് പറയാണ്. ബട്ട് വി ഡോണ്ട് ഹാവ് എനി മണി, ദ ഫാമർ റിപ്ലൈഡ്. അപ്പോൾ ഫാമർ പറഞ്ഞു, അതിന് നമ്മളുടെ കയ്യിൽ മണിയൊന്നും, പൈസ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. എവറി ഡേ യു വർക്ക് ലൈക്ക് എ ഹോഴ്സ് ബട്ട് യുവർ പോക്കറ്റ് ആർ ഓൾവേസ് എംപ്റ്റി, ഹിസ് വൈഫ് സെഡ്. അപ്പോൾ വൈഫ് പറയാണ്, നിങ്ങൾ എല്ലാ ദിവസവും ഹോഴ്സ്, ഒരു കഴുതയെ പോലെ പണിയെടുക്കുന്നുണ്ട്, പക്ഷെ എപ്പോഴും നിങ്ങളുടെ പോക്കറ്റ് എന്താണ്? എംപ്റ്റി ആയിരിക്കും, ശൂന്യമായിരിക്കും എന്ന് പറയാണ്. ദ ഫാമർ ലെഫ്റ്റ് ദ ഹൗസ് വിത്തൗട്ട് അറ്ററിങ് എ വേർഡ്. അറ്ററിങ് എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കുക. അപ്പോൾ ഒരു വാക്ക് പോലും ഉച്ചരിക്കാതെ ഫാർമർ എന്ത് ചെയ്തു? ആ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി. ഷി ഹാസ് നെവർ ഡിമാൻഡഡ് എനിത്തിങ് ടിൽ നൗ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ്, അവൾ ഇതുവരെ എൻ്റെ അടുത്ത് യാതൊന്നും ഡിമാൻഡ് ചെയ്തിട്ടില്ല. ഹൗ ക്യാൻ ഐ ടേക്ക് ഹെർ ടു ദ കാർണിവൽ, എങ്ങനെയാണ് ഞാൻ അവളെ കാർണിവലിലേക്ക് കൊണ്ടുപോവുക? ഹി വാസ് വെരി സാഡ്. അദ്ദേഹം അതൊക്കെ ആലോചിച്ചിട്ട് വളരെയധികം ദുഃഖിതനായി. സഡൻലി, പെട്ടെന്നാണ്, ഹി തോട്ട് അബൌട്ട് ദ ഗോൾഡ് കോയിൻ, ആ ഗോൾഡ് കോയിനെ കുറിച്ച് അദ്ദേഹം ആലോചിച്ചത്. ഹി ഡിസൈഡഡ് ടു ടേക്ക് ഇറ്റ് ബാക്ക്, അപ്പോൾ അത് തിരികെ എടുക്കാമെന്നുള്ളത് അദ്ദേഹം തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഇവിടെ 2 ചോദ്യമുണ്ട്. വിൽ ദ ഫാമർ ഗെറ്റ് ദ ഗോൾഡ് കോയിൻ ബാക്ക്, ആ ഗോൾഡ് കോയിൻ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുമോ? കിട്ടുമല്ലേ? യെസ്. വൈ ഡു യു തിങ്ക് സോ, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ബിക്കോസ് ഹി ഹൈഡ് ദ കോയിൻ ഇൻ എ സേഫസ്റ്റ് പ്ലേസ്, കാരണം അദ്ദേഹം വളരെ സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ് അത് കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് തീർച്ചയായിട്ടും അത് അയാൾക്ക് കിട്ടുമെന്നാണ് നമുക്ക് തോന്നുന്നത് അല്ലേ. നമുക്ക് നോക്കാം. ബാക്ക് ടു ദ പാലസ്, അദ്ദേഹം എന്താണ്? പാലസിലേക്ക് തിരിച്ചു പോവുകയാണ്. ദ ഫാമർ ഹറീഡ് ടു ദ പാലസ്, ഹറീഡ് എന്ന് പറഞ്ഞാൽ തിടുക്കം കൂട്ടുക എന്നുള്ളതാണ്. വളരെ ധൃതിപ്പെട്ടിട്ട് അദ്ദേഹം പാലസിലേക്ക് പോവുകയാണ്. നോ സെക്യൂരിറ്റി ഗോഡ് ഹെർ, ഹി മൂവ്ഡ് ടുവേർഡ് ദ വാൾ. അങ്ങനെ ആ വാളിൻ്റെ അവിടെ നോക്കിയപ്പോൾ ഒരു സെക്യൂരിറ്റിയും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യാണ്? ഒരു സെക്യൂരിറ്റി ഇല്ല, വേഗം പോട്ടെ എന്ന് വിചാരിച്ച് അദ്ദേഹം ആ ഒരു വാളിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. സഡൻലി ഹി സോ ദ കിങ് സ്റ്റാൻഡിങ് ഓൺ ദ ബാൽക്കണി, പെട്ടെന്നാണ് എന്ത് ചെയ്യുന്നത്? ബാൽക്കണിയിൽ കിങ്, രാജാവ് നിൽക്കുന്നത് അദ്ദേഹം കണ്ടത്. ഹി വാസ് ഫ്രൈറ്റൻഡ് എന്ന് പറഞ്ഞാൽ പേടിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് തോന്നി? പേടി തോന്നുകയാണ്. രാജാവ് അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ പേടി തോന്നി അല്ലേ. ഹു ഈസ് ദർ? എ ഗോഡ് ഷൗട്ടഡ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഗോഡ് വന്നിട്ട് ചോദിക്കൂ, ഇതാരാണ് എന്ന് വളരെ ഉച്ചത്തോടു കൂടി ചോദിക്കുകയാണ്. ദ ഫാമർ സ്റ്റാർട്ടഡ് റണ്ണിങ്, അപ്പോൾ തന്നെ ഫാർമർ എന്ത് ചെയ്തു? ഓടാൻ വേണ്ടി തുടങ്ങി. ദ കിങ് സോ ഹിം, പക്ഷേ കിങ് എന്ത് ചെയ്തു? കിങ് ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. വൈ ഈസ് ദാറ്റ് മാൻ റണ്ണിങ്? ഹി വണ്ടേർഡ്. അപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതം തോന്നി, എന്തിനാണിപ്പോൾ അയാൾ ഓടുന്നത്? സ്റ്റോപ്പ് ദ മാൻ ആൻഡ് ബ്രിങ് ഹിം ഈ ഓർഡേർഡ്. അപ്പോൾ അദ്ദേഹം ഓർഡർ ഇട്ടു, കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓർഡർ എന്ന് പറഞ്ഞാൽ കൽപ്പിക്കുക. കൽപ്പിച്ചു, വേഗം അയാളെ പോയിട്ട് പിടിച്ചു കൊണ്ടുപോയോ എന്ന് പറഞ്ഞു. ദ സോൾജിയേഴ്സ് ചേസ്ഡ് ദ ഫാമർ, കോട്ട് ഹിം ആൻഡ് ടുക്ക് ഹിം ടു ദ കിങ്. അപ്പോൾ സോൾജിയേഴ്സ്, ഭടന്മാർ വന്നിട്ട് അദ്ദേഹത്തെ ചേസ് ചെയ്തു, പിടിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ നേരെ കിങ്ങിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ ഡിഡ് ദ കിങ് ഓർഡർ ടു ബ്രിങ് ദ ഫാമർ? വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഫാർമർ? എന്തിനാണ് കിങ് ഫാർമറെ പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഓർഡർ ഇട്ടത്?
എന്താണ് ഫാർമർ സംഭവിച്ചത്? ബിക്കോസ് ദ കിങ് സോ ഹിം റണ്ണിങ്, കാരണം എന്താണ്, കിങ് കണ്ടു അദ്ദേഹം ഓടുന്നത്. സോ ഹി വാസ് വണ്ടർ വൈ ദ മാൻ വാസ് റണ്ണിങ്, അപ്പോൾ അദ്ദേഹത്തിന് വളരെ അത്ഭുതം തോന്നി, എന്തിനാ ഇപ്പോൾ ഒരാൾ ഓടുന്നത്, അതുകൊണ്ടാണ് അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞത്. ഇനി അടുത്തത് നോക്കാം. നെക്സ്റ്റ് വൺ അറ്റ് ദ റോയൽ കോർട്ടാണ്. അടുത്തത് റോയൽ കോർട്ട്, രാജാവിൻ്റെ ആ ഒരു കോടതിയിൽ അദ്ദേഹം എത്തുകയാണ് ചെയ്യുന്നത്. വൈ ഡിഡ് യു റൺ അവേ ദ കിങ് ആസ്ക്ഡ്, അപ്പോൾ കിങ് ചോദിക്കുകയാണ് നീ എന്തിനാണ് ഓടിപ്പോയത് എന്ന് ചോദിക്കുകയാണ്. ദ ഫാമർ ലുക്ക് ഡൗൺ, ഹി വാസ് ഷിവറിങ്, അപ്പോൾ ഷിവറിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിറക്കുക, അപ്പോൾ വിറച്ചുകൊണ്ട് ആ ഫാമർ പറയുകയാണ് താഴേക്ക് നോക്കിയിട്ട് ഒന്നും പറഞ്ഞില്ല, ഒന്നും പറയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. വാട്ട് ഹാപ്പൻ ദ കിങ് ആസ്ക്ഡ്, അപ്പോൾ വീണ്ടും കിങ് ചോദിക്കുകയാണ് എന്താ സംഭവം എന്ന് ചോദിക്കുകയാണ്. ദ ഫാമർ ടോൾ ഹിം ദ ഹോൾ സ്റ്റോറി, അങ്ങനെ ഫാർമർ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഹോൾ സ്റ്റോറി മുഴുവൻ കഥയും അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. ദ കിങ് ഡിസൈഡ് to have some fun. Okay, he said. അപ്പോൾ കിങ് പറയാണ്, കിങ്ങിന് തോന്നി എന്താണ് ഇവന് എന്തെങ്കിലും ഒന്ന് ഫണ്ട് പോലെയൊക്കെ ചെയ്യണം എന്നുള്ളത് തോന്നുകയാണ്. ഐ വിൽ ഗീവ് യു അനദർ ഗോൾഡ് കോയിൻ, ഗോ ഹോം, അപ്പോൾ അദ്ദേഹം പറയാണ് നീ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ നിനക്ക് വേറൊരു ഗോൾഡ് കോയിൻ തരാമെന്ന് പറയാണ്. ഇനി ഇവിടെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ ഡിഡ് ദ കിങ് ഡിസൈഡഡ് ടു ഗീവ് ദ ഫാമർ എ ഗോൾഡ് കോയിൻ, എന്തിനാണ് കിങ് ഫാർമറിന് ഒരു ഗോൾഡ് കോയിൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്? വിൽ ദ ഫാർമർ ആക്സെപ്റ്റ് ദ ഗോൾഡ് കോയിൻ, ആ ഒരു ഗോൾഡ് കോയിൻ ഫാർമർ ആക്സെപ്റ്റ് ചെയ്യുമോ? ബിക്കോസ് ദ കിങ് ഡിസൈഡഡ് ടു ഹാവ് സം ഫൺ, കാരണം കിങ് എന്തെങ്കിലും ഒരു തമാശ കാണിക്കുക എന്ന് വിചാരിച്ചു. മോർ ഓവർ ദ കിങ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഹി വാസ് എ ഓണസ്റ്റ് പേഴ്സൺ, മാത്രമല്ല അപ്പം തന്നെ കിങ്ങിന് തോന്നി ഇദ്ദേഹം എന്താണ് ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള ഒരാളാണ് എന്നുള്ളത് തോന്നുകയും ചെയ്തിരുന്നു. നെക്സ്റ്റ് ഇനി നമുക്ക് നോക്കാം അത് ആക്സെപ്റ്റ് ചെയ്തോ എന്നുള്ളത്. ദ ഓഫർ എന്ന് പറഞ്ഞാൽ എന്താണ്, അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ഈ ഒരു ഓഫർ, ഈ ഒരു വാഗ്ദാനം അല്ലേ. ദ ഫാർമർ ബിക്കെയിം കൺഫ്യൂസ്ഡ്, അപ്പോൾ ഫാർമറിന് വളരെയധികം കൺഫ്യൂഷൻ തോന്നുകയാണ് ചെയ്യുന്നത്. ഐ എം സോറി യുവർ മജസ്റ്റി, പ്ലീസ് അലോ മീ ടു ടേക്ക് മൈ കോയിൻ, അപ്പോൾ പറയാണ് സോറി, മജസ്റ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു മഹത് വ്യക്തിയെ നമ്മൾ വിളിക്കുന്നതാണ്, രാജാവല്ലേ അപ്പോൾ വിളിക്കുന്നതാണ്, പറയാണ് എൻ്റെ കോയിൻ എടുക്കാൻ നിങ്ങൾ എന്നെ ഒന്ന് അനുവദിച്ചാൽ മതി, അലോ ചെയ്താൽ മതി. ഫോർഗെറ്റ് യുവർ കോയിൻ, ടേക്ക് 2 ഗോൾഡ് കോയിൻ ഇൻസ്റ്റഡ്, ഓഫർ ദ കിങ്, അപ്പോൾ കിങ് പറയാണ് നീ നിൻ്റെ കോയിന് മറന്നോ, അതിന് പകരമായിട്ട്, ഇൻസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ പകരം, അതിന് പകരമായിട്ട് നീ 2 ഗോൾഡ് കോയിൻ എടുത്തോ എന്ന് പറയാണ്. സോറി യുവർ മജസ്റ്റി, ദ ഫാർമർ റിഫ്യൂസ്ഡ്, അപ്പോൾ റിഫ്യൂസ് ചെയ്യുക, നിരസിച്ചിട്ട് പറയാണ് സോറി എനിക്ക് വേണ്ട എന്ന് പറയാണ്. മൈ കോയിൻ ഈസ് സോ പ്രിഷ്യസ് ടു മീ, ഹി സെയ്ഡ്, അപ്പോൾ അദ്ദേഹം പറയാണ് എൻ്റെ കോയിൻ എനിക്ക് വളരെ ബ്രിഷ്യസ് ആണ്, ബ്രിഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മൂല്യമുള്ള ഒന്നാണ് എന്ന് പറയാണ്. ദ കിങ് സ്റ്റാർട്ടഡ് ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് കോയിൻസ് ഹി ഓഫേർഡ്, അങ്ങനെ എന്ത് ചെയ്തു, ആദ്യം 2 എണ്ണം പറഞ്ഞു, പിന്നെ 3 എണ്ണം പറഞ്ഞു, അങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരുന്നു നമ്മുടെ രാജാവ്. 10 കോയിൻസ്, 100 കോയിൻസ്, 1000 കോയിൻസ് ആൻഡ് സോ ഓൺ, അപ്പോൾ ആ 10 കോയിൻസ് അതുപോലെ 100 കോയിന്, 1000 കോയിന് എന്നൊക്കെ പറഞ്ഞു. ബട്ട് ദ ഫാമർ വാസ് സ്റ്റിൽ നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ദ കിങ്സ് ഓഫർ, പക്ഷേ കിങ്ങിൻ്റെ ഓഫർ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ആരും റെഡി ആയിട്ടില്ല, നമ്മുടെ ഫാമർ റെഡി ആയിട്ടില്ല. നെക്സ്റ്റ് ഇവിടെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ ഡിഡ് ദ ഫാമർ ആക്സെപ്റ്റ് ദ കിങ്സ് ഓഫർ, എന്തുകൊണ്ടാണ് ആ ഒരു കിങ്ങിൻ്റെ ഓഫർ ഫാർമർ ആക്സെപ്റ്റ് ചെയ്യാത്തത്? ഇഫ് യു വേർ ദ ഫാമർ വാട്ട് യു ഡു, അപ്പോൾ നിങ്ങളാണ് ആ ഫാർമർ എന്നുണ്ടെങ്കിൽ വാട്ട് വുഡ് യു ഡു, നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്? ആക്സെപ്റ്റ് ഇല്ലയോ എന്നുള്ളത് എഴുതി കൊടുക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഫാർമർ ആക്സെപ്റ്റ് ചെയ്യാതിരുന്നത്? ദ ഫാർമർ വാസ് എൻ ഹോണസ്റ്റ് പേഴ്സൺ, ഫാർമറോട് സത്യസന്ധനായിട്ടുള്ള പേഴ്സൺ ആണ്. സോ ഹി വാണ്ടഡ് ഹിസ് ഓൺ കോയിൻ, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കോയിനാണ് അദ്ദേഹത്തിന് ആവശ്യമുള്ളത്. ഹി ഹാഡ് നോ ഗ്രീഡ് ഫോർ മണി, അദ്ദേഹത്തിന് പണത്തിൽ ഗ്രീഡില്ല, ഗ്രീഡ് എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹമൊന്നുമില്ല, കുറേ കിട്ടണം എന്നൊന്നുമില്ല, അദ്ദേഹം സമ്പാദിച്ചത് എന്താണോ അത് മാത്രം അദ്ദേഹത്തിന് കിട്ടിയാൽ മതി എന്നായിരുന്നു. ഇനി നെക്സ്റ്റ് നോക്കൂ, എ ക്ലവർ ഐഡിയ, അപ്പോൾ ഒരു ക്ലവർ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ഒരു ഐഡിയ അദ്ദേഹം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഫോർഗെറ്റ് യുവർ കോയിൻ, ഐ വിൽ ഗീവ് യു ഹാഫ് ഓഫ് മൈ കിങ്ഡം, ദ കിങ് സെയ്ഡ്, അപ്പോൾ കിങ് പറയാണ് നീ നിൻ്റെ കോയിന് മറന്നു, ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ പകുതി നിനക്ക് തരാമെന്ന് പറയാണ്. വിച്ച് ഹാഫ് ഡു യു വാണ്ട്, യു ക്യാൻ ഡിസൈഡ്, ദ കിങ് കണ്ടിന്യൂഡ്. ദ ഫാമർ തോട്ട് ഫോർ എ വൈൽ, അപ്പോൾ കിങ് പറയാണ് നിനക്ക് ഏത് ഹാഫാണ് വേണ്ടത് എന്നുള്ളത് നീ തീരുമാനിച്ചോളൂ എന്ന് പറയാണ്. അപ്പോൾ ഫാർമർ എന്ത് ചെയ്യാണ്, കുറച്ച് നേരം മിണ്ടാതെ നിൽക്കുകയാണ്. യുവർ ഹൈനസ്, ഐ വിൽ ടേക്ക് ദ ഹാഫ് വേർ മൈ കോയിൻ ഈസ് കെപ്റ്റ്, ദെൻ ഐ വിൽ ഗെറ്റ് മൈ കോയിൻ, ഐ ഗീവ് ബാക്ക് യുവർ കിങ്ഡം, ഹി സെയ്ഡ്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഫാർമർ പറയാണ് എന്ത് ചെയ്യാം, ഹൈനസ്, എൻ്റെ ഹൈനസ് എന്ന് പറഞ്ഞാൽ മജസ്റ്റി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഉയർന്ന ആളുകളെ വിളിക്കുന്ന പേരാണ്. ഓക്കെ,
നിങ്ങൾ എൻ്റെ കോയിൻ ഇരിക്കുന്ന ഭാഗം ഏതാണോ അതെനിക്ക് തന്നോളൂ, എന്നിട്ട് എൻ്റെ കോയിൻ എടുത്തതിന് ശേഷം നിങ്ങളുടെ കിങ്ഡം ഞാൻ നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരാം. ദ കിങ് ലൈക്ക് ദ ഫാമേഴ്സ് ഐഡിയ. അപ്പോൾ ഫാർമറിൻ്റെ ഒരു ഐഡിയ കിങ്ങിന് രാജാവിന് വളരെയധികം ഇഷ്ടമാവുകയാണ്. എ സ്മൈൽ അപ്പിയർഡ് ഓൺ ഹിസ് ഫേസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ ഒരു എന്താ പറയുക ചിരിയൊക്കെ വരികയാണ് ചെയ്യുന്നത്. ഐ അഡ്മയർ യുവർ ഹാർഡ് വർക്ക് ആൻഡ് ഓണസ്റ്റി. യു ക്യാൻ ടേക്ക് യുവർ കോയിൻ അലോങ് വിത്ത് മൈ ഗിഫ്റ്റ്. അപ്പോൾ കിങ് പറയാണ് നിൻ്റെ ഈ ഒരു ഹാർഡ് വർക്കും അതുപോലെ തന്നെ സത്യസന്ധയും ഒക്കെ എന്നെ അഡ്മയർ എന്നാൽ അഭിനന്ദനീയമായി തോന്നുന്നുണ്ട്. അതുകൊണ്ട് നീ നിൻ്റെ കോയിൻ എടുത്തോ, കൂടാതെ ഞാൻ തരുന്ന ഗിഫ്റ്റ് നീ എടുത്തോ. ദ ഫാമർ വാസ് സർപ്രൈസ്ഡ് ടു സീ ദ ഗ്ലിറ്ററിങ് ഗോൾഡ് കോയിൻ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് രാജാവിൻ്റെ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അതിലെന്താണ്? ഗ്ലിറ്ററിങ് ഗോൾഡ് കോയിനാണ്, തിളക്കമുണ്ട ഗോൾഡ് കോയിനാണ് കൊടുക്കുന്നത്. ഇനി ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് വാസ് ദ കിങ്സ് ഓഫർ? എന്തായിരുന്നു കിങ്ങിൻ്റെ ഓഫർ എന്ന് പറയുന്നത്? എന്തായിരുന്നു? ദ കിങ്സ് ഫൈനൽ ഓഫർ വാസ് ദ ഹി വുഡ് ഗീവ് ഹാഫ് ഓഫ് ഹിസ് കിങ്ഡം ടു ദ ഫാർമർ. ആ ഒരു രാജാവിൻ്റെ പകുതി രാജ്യം അദ്ദേഹത്തിന് കൊടുക്കാമെന്നുള്ളതായിരുന്നു അല്ലേ. വൈ ഡിഡ് ദ കിങ് ഗീവ് ദ ഗോൾഡ് കോയിൻസ് ടു ദ ഫാർമർ? എന്തിനായിരുന്നു ഗോൾഡ് കോയിന് ഫാർമറിന് കിങ് കൊടുത്തിട്ടുണ്ടായിരുന്നത്? ബിക്കോസ് ദ കിങ് റിയലി അഡ്മയർഡ് ദ ഫാർമേഴ്സ് ഹാർഡ് വർക്ക് ആൻഡ് ഹോണസ്റ്റ്. ഫാർമറിൻ്റെ ഹാർഡ് വർക്കും ഹോണസ്റ്റും ഒക്കെ അത്രയും അഭിനന്ദനീയമായതുകൊണ്ടാണ് അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത്. ഹോണസ്റ്റ് എന്ന് ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി ഇവിടെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഗ്ലിറ്ററിങ് കോയിന്, സെക്യൂരിറ്റി ഗാർഡ്, ബ്രിക്സ്, ടിപ്പ് ടോയ് ആൻഡ് പാലസ്, പാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഇനി ഇവിടെ കുറച്ച് വേർഡ്സും കൂടെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ വായിക്കുക. ഇനി അടുത്തത് ഇതിൽ ആക്ടിവിറ്റീസ് ആണ്, നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.